video, we'll be discussing a new topic, that is economies of scale. Simply, economies of scale means the cost advantages reaped by companies when production becomes efficient. That means they are having some production advantages. You can see two arrows on the screen. One is going upwards and the other one is coming down. The one which increases is about production. That means when production or output increases, and as a result of that, the long run average cost of a company or a business is decreasing. And this scenario is what we called as economies of scale. And we can also define it as economies of scales are present when an increase in output causes long run average cost to fall. This fall in average cost of production is because of increased productivity resulting from various specializations. Simply, ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്കെയിലും അതുപോലെ ഒരു കുഞ്ഞു സ്കെയിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ ഒരേ സെയിം ആക്ടിവിറ്റി ചെയ്യുന്ന പല ബിസിനസ്സുകളും പല കമ്പനീസും ഉണ്ടാവും. പക്ഷെ ചില ആളുകള് ചില കമ്പനീസ് വളരെ കുഞ്ഞു രീതിയിലായിരിക്കും അവരുടെ പ്രൊഡക്ഷൻസ് കൊണ്ടുപോകുന്നതും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതും അവർ സെയിൽ ചെയ്യുന്നതും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ചുരുങ്ങിയ ഒരു രീതിയിലായിരിക്കും. ചില കമ്പനീസ് ഇതേ ആക്ടിവിറ്റീസ് തന്നെ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ വൈഡൻ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ വലിയൊരു ഏരിയയിൽ അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ അവർ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അവർക്ക് കുറേയും അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് കൂടുവാണെങ്കിൽ പെർ ഔട്ട്പുട്ട് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് വിൽ ഡെഫിനറ്റ്ലി റിസൾട്ട് ഇൻ ടു ആൻ എൻറ്റയർ റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് അല്ലെ. കമ്പനീസിന് മൊത്തത്തിലുള്ള അവരുടെ കോസ്റ്റ് കുറയ്ക്കാനും കുറെ കൂടെ കോസ്റ്റ് അഡ്വാൻറ്റേജസ് എടുക്കാനും സാധിക്കും. പക്ഷേ ഇത് സാധിക്കുന്നത് ചെറിയ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾക്കല്ല, പകരം ലാർജ് സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾക്കാണ്. ഈ ഒരു അഡ്വാൻറ്റേജിനാണ് നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് വിളിക്കുക. Once again, we'll sum up its meaning. Economies of scale means when a business firm grows in size or increase the scale of operations, it derives production advantages in terms of low average cost of production. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് തന്റെ പ്രൊഡക്ഷനിൽ അഡ്വാൻറ്റേജസ് എടുക്കുവാണ്. എപ്പോഴാണ്? അവരുടെ ഓപ്പറേഷൻസിന്റെ വലിപ്പം കൂട്ടുമ്പോൾ, അവരുടെ ബിസിനസ് വലുതായിട്ട് വളരുമ്പോൾ അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയും അതുവഴി പ്രൊഡക്ഷൻ അഡ്വാൻറ്റേജസ് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ സൈസ് കൂടുന്നത് കൊണ്ട്, ബിസിനസിന്റെ സൈസ് കൂടുന്നത് കൊണ്ട് എങ്ങനെയാണ് കോസ്റ്റ് കുറയുക? ഇറ്റ് ഈസ് ഡ്യൂ ടു സം കൈൻഡ് ഓഫ് സ്പെഷ്യലൈസേഷൻസ്. അതായത് വലിയൊരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് അതിനെ ഓരോ പാർട്ടായിട്ട് വേർതിരിച്ച് ആ ഓരോന്നിനും പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് മാനേജ് ചെയ്യാനും, അതുപോലെ തന്നെ ആളുകൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയും ലേബേഴ്സിനെയും ഒക്കെ നമുക്ക് തരംതിരിച്ച് അവർക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അല്ലെ. ഒരു വലിയ ബിസിനസിനെയാണ് നമ്മൾ എപ്പോഴും പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ യൂണിറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, R&D ഡിപ്പാർട്ട്മെന്റ്, മാനേജ്മെന്റ്, ഫിനാൻസ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ തിരിക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ചെയ്യാറില്ല അല്ലെ. വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഒരു വേർതിരിവ് വരുന്നുള്ളൂ. അവിടെ ഒറ്റയടിക്ക് ഒരു പ്രൊഡക്ഷൻസ് നടത്തുന്നു, അത് വിൽക്കുന്നു, അത്രേ ഉള്ളൂ. അവിടെ കൂടുതൽ സ്പെഷ്യലൈസേഷൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ഒരു വലിയൊരു ഫേം ആവുമ്പോൾ അങ്ങനെയല്ല. അവരുടെ ഓരോ ആക്ടിവിറ്റീസിനെയും അവർ വേർതിരിച്ച് അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് അവർ ശ്രദ്ധയോടുകൂടി ഓരോ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുന്നു. അതിന് വേണ്ടുന്ന രീതിയിൽ ലേബേഴ്സിനെ, ജോലിക്കാരെയും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇറ്റ് ഇസ് വെരി ഫെമിലിയർ ഫോർ യു. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഒരു ബിസിനസ് തന്റെ വലിപ്പം കൂട്ടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ അഡ്വാൻറ്റേജസ് കിട്ടുന്നു. ദിസ് പെർട്ടിക്കുലർ സിനേരിയോ ഇസ് വാട്ട് യു ടേംഡ് ആസ് economies of scale. The economies of large scale operations may be classified into two. One is internal economies and the other one is external economies. First of all, let us see what is internal economy. Internal economy is simply, it is measuring a particular company's efficiency of production attained from efficient methods of production as well as management of resources. So simply it is a termed or it is something related to a single company. ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് internal economies എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. ഒരു കമ്പനി പുതിയ രീതിയിലുള്ള മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻസ് അഡോപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അഡോപ്റ്റ് ചെയ്യുകയും അവരുടെ റിസോഴ്സുകളെ, ഉള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളെ ഏറ്റവും
ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് വഴി അവരുടെ എൻറ്റയർ പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. ആ സാഹചര്യമാണ് ഇന്റേണൽ എക്കണോമീസ് എന്ന് പറയാം. ആൻഡ് ഈ ഇന്റേണൽ എക്കണോമീസ് പല രീതിയിലും ഉണ്ടാവാം. ടെക്നിക്കൽ എക്കണോമീസ്, എക്കണോമി ഓഫ് ലേബർ, എക്കണോമി ഓഫ് ക്യാപിറ്റൽ, അങ്ങനെ പല രീതിയിലും ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് screen. So now let us see what do you mean by external economies. External economy is something different. It is not talking about a single business. They are business enhancing factors that occurs outside a company but within the same industry. ഇവിടെ ഒരേ പോലത്തെ കമ്പനീസിന്റെ ഒരു കൂട്ടായ്മ അവര് എൻജോയ് ചെയ്യുന്ന എക്കണോമിയാണ് നമ്മൾ എക്സ്റ്റേണൽ എക്കണോമീസ് എന്ന് പറയാം. അപ്പൊ ഒരേ ഇൻഡസ്ട്രിയിൽ കുറേ കമ്പനീസ് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റേണൽ എക്കണോമി എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അറ്റ് ദ സിറ്റുവേഷൻ ഓഫ് ലോക്കലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി. I don't know whether you are familiar with the term localization of industry. Localization of industry എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരേ പോലത്തെ ഇൻഡസ്ട്രീസ് ഒരു ഏരിയയിൽ വരുന്നു, ആ ഒരു സാഹചര്യമാണ് ലോക്കലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയാം. ദാറ്റ് മീൻസ് when most of the firms in an industry set up their factories in one particular area. അപ്പോഴാണ് നമ്മൾ ലോക്കലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ഏരിയ, അങ്ങനെ ഒരേ പോലത്തെ കമ്പനീസ് ഒരു ഏരിയയിൽ തന്റെ ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താ ഗുണം? ആ ഇൻഡസ്ട്രിക്കും അതിനുള്ളിൽ വരുന്ന കമ്പനീസിനും ഒരു വലിയ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന കുറെ അഡ്വാൻറ്റേജസും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് എക്കണോമീസ് വരുന്നുണ്ട്. വൺ ഇസ് എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എക്കണോമീസ് ഓഫ് ഇൻഫർമേഷൻ. Now I think we can discuss it one by one. Let me remind you once again, the entire economies of scale is divided into two categories. One is internal economy and the other one is external economy. Internal means it is about a single company, and external economy means it is about an entire industry. So internal economies are of these following kinds. The first one is technical economy. Technical economy arises out of the use of most modern production technologies. അല്ലെ, നല്ല മോഡേൺ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അവരുടെ എൻറ്റയർ പ്ലാന്റ് ആൻഡ് മെഷീനറിനെ ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ്. ഈ ഒരു കാര്യം, ഈ പറയുന്ന മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒപ്റ്റിമം യൂസേജ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിക്കോട്ടെ, this is not highly possible for a small scale business or a small company. It will be possible for only a large scale business. So വലിയൊരു ബിസിനസ്സിന് ഈ പറയുന്ന അഡ്വാൻറ്റേജസ്, ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എടുക്കാനും അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം റീപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. So this is the first kind, technical economy. The second one is economy of labor. This is about division of labor and specialization. I think we have already discussed about it. ഒരു വലിയ ബിസിനസ് ആകുമ്പോൾ അവരുടെ എൻറ്റയർ ആക്ടിവിറ്റീസിന്, ആ ബിസിനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിട്ടില്ലേ, അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന ആളുകളെ പ്രത്യേകം അല്ലെ, ജോലിക്കാരെ പ്രത്യേകം ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? സ്പെഷ്യലൈസേഷൻ സംഭവിക്കുന്നു. സ്പെഷ്യലൈസേഷൻ മീൻസ് അതിന് മാത്രം ശ്രദ്ധ ചെലുത്തി അതിന്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നു. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു, അതിന് മാത്രം ലേബേഴ്സിനെ കൊടുത്താൽ ഏറ്റവും നന്നായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നു. ഇനി സെയിൽസിന് വേണ്ടി പ്രത്യേകം ഒരു ടീമിനെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി മറ്റൊരു ടീമിനെ ഏൽപ്പിക്കുന്നു, അവിടെയൊക്കെ അതിനു വേണ്ടി കൃത്യം ജോലിക്കാരെ ഏൽപ്പിക്കുന്നു, ഉറപ്പായിട്ടും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അവിടെ ഉണ്ടാവും. അതല്ല, ഒരു 20 ജോലിക്കാരുണ്ട്, ഇവരൊക്കെ തന്നെയാണ് ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. Think that situation. 20 workers, all total there is only 20 workers and they are dealing with all the activities. For example, production, marketing, sales, accounts, everything. This will not create a specialization. So division of labor and specialization is possible for a large firm. It is not possible for a small business. So there also the company or the business can take advantages. അവർക്കു അവരുടെ entire ഫാമിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് സാധിക്കും ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി. So this is what you call economy of labor. The third one is managerial economies. Again,
Here, the entire business activities are grouped into various managerial segments. For example, sales, accounts, marketing, then production, etc. and etc. So, ഇതേപോലെ entire activities നെ പല managerial segments ആയിട്ട് divide ചെയ്യുകയും അതിനെല്ലാം head ചെയ്യാൻ വളരെ qualified and experienced ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? ആ ഹെഡിൽ ഇരിക്കുന്ന ആള് കൃത്യമായി ആ ഒരു particular activity മാത്രം നോക്കി ശ്രദ്ധിച്ച് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ഒരു 20 വർക്കേഴ്സും ഒരു മാനേജറും ആണ്. ഈ ഒരു മാനേജറിന്റെ കീഴിൽ പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാം ഒരേപോലെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. നേരെ മറിച്ച് ഈ ഒരു മാനേജീരിയൽ എക്കണോമി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻറ്റയർ ബിസിനസിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ഓൾസോ പോസിബിൾ വേർ ഇറ്റ് ഇസ് ഓൺലി പോസിബിൾ ഇൻ a large firm, not in a small scale business. So these are the first three kinds of internal economy: technical economy, economy of labor, economy of managerial skills. The next element of internal economy is commercial economies. This is occurring from the buying and selling activity of a large firm or a large business. That means ഒരു വലിയ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതും അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നതും വിൽക്കുന്നതും എല്ലാം ഒരു വലിയ സ്കെയിൽ ഓഫ് ഓപ്പറേഷനിലായിരിക്കും. അല്ലാണ്ട് കുറച്ചായിട്ട് വാങ്ങിക്കുന്നു, കുറച്ചായിട്ട് വിൽക്കുന്നു, കുറച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെയല്ല. So here they are performing the buying and selling in a bulk manner. So bulk buying ഉണ്ടാവുന്നു. ബൾക്ക് ബൈയിങ് ഉണ്ടാവുമ്പോൾ എന്താ ഗുണം? നമുക്ക് പ്രൈസ് ബാർഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് നല്ല ക്രെഡിറ്റ് ടേംസ് അല്ലെ, കടത്തിനൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ കൃത്യമായിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് കറക്റ്റ് സമയത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. കാരണം എന്താ, വി ആർ പർച്ചേസിങ് ഇറ്റ് ഓൺ എ ബൾക്ക് ബൈയിങ്, നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറയുന്ന പർച്ചേസ് കോസ്റ്റും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, നമ്മൾ 5 തവണയായിട്ട് ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ഭേദം ഒരൊറ്റ തവണയായിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ വരുന്ന റിലേറ്റഡ് കോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് കുറവായിരിക്കും. പക്ഷേ ഈ ഒരു ബൾക്ക് ബൈയിങ് എന്ന് പറയുന്ന പ്രോസസ് ഇസ് നോട്ട് പോസിബിൾ ഫോർ എ സ്മോൾ ബിസിനസ് ബിക്കോസ് ദേ കനോട്ട് അഫോർഡ് ടു ബൈ എ ബൾക്ക് പർച്ചേസ് ഓർ എ ബൾക്ക് ക്വാണ്ടിറ്റി അല്ലെ. സോ ദിസ് ഇസ് പോസിബിൾ ഫോർ ഓൺലി എ ലാർജ് ബിസിനസ്. സോ ദിസ് ഇസ് വാട്ട് യു കോൾഡ് കൊമേഴ്ഷ്യൽ എക്കണോമി. The second one or the fifth one is economy of capital. This is the ability of business firms to raise or find the fixed capital and working capital requirements. കാര്യം വലിയൊരു ബിസിനസ് ആണ്, അവർ വലിയ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ രീതിയിൽ പ്രൊഡക്ഷനും സെയിൽസും ഒക്കെ നടത്തുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് ക്യാപിറ്റൽ ആയിക്കോട്ടെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ അത് അറേഞ്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. ബിക്കോസ് ദേ കൻ ഈസിലി ബോറോ മണി ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ എ മോർ ഫേവറബിൾ ടേംസ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഫിനാൻഷ്യൽ ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല, ഈവൻ ദേ ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക് ഇൻ ദ ഫോം ഓഫ് ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ആ രീതിയിലും ഇവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം ഒരു ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ചെലവിൽ ലോവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാത്രമേ അവർക്ക് ഇൻകർ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് തിങ്ക് അബൌട്ട് എ സ്മോൾ ബിസിനസ്, it will be very difficult for them to find enough working capital and fixed capital. It is not as much easy as a large business. So this is also an advantage that is called economy of capital. The last one is risk bearing economies. It is already known that risk is inherent in every business, whether it is a small business or a large business. Risk is always present. Risk is always inherent. We cannot avoid completely any kind of risk from the business. So think about a large firm and a small business firm. For a large firm, they will be more healthier and they will be more prepared and they will be strong enough to bear the business risk. Even they can diversify their business in order to reduce the risk amount. അല്ലെ, അവർക്കൊരു മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഡിമാൻഡ് കുറയുകയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു പീരീഡ് വരികയോ ചെയ്താലും വലിയ രീതിയിൽ വീണ് പോവാണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. ഈവൻ ഡൈവേഴ്സിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാം അല്ലെ. ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. ഒരേ കൈൻഡ് ഓഫ് ബിസിനസ് മാത്രം ചെയ്യാതെ മറ്റു ആക്ടിവിറ്റീസിലോട്ടും കൂടെ തന്റെ ബിസിനസിനെ ഡൈവേർട്ട് ചെയ്യുക. അപ്പൊ
ഒരു ഏരിയ ഒന്ന് ഡൗൺ ആയി പോയാലും നമുക്ക് മറ്റുള്ള ഏരിയാസിൽ നിന്ന് ഇൻകത്തിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഒരു ലോസിലേക്ക് പോവാണ്ട് ബിസിനസിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾസോ പോസിബിൾ ഓൺലി ഫോർ എ large business firm. This will not be easy for a small business concern. So these are the internal economies. The next session is about external economies. We have already discussed what is external economy. External economies are those economies that accrue to a whole of an industry. And this is a result of localization. Localization എന്താണെന്ന് ഞാൻ പറഞ്ഞു. Localization means most of the firms in an industry set up their factories on one particular area. And this is called localization. So ഇത്തരത്തിലൊരു localization ഉണ്ടാകുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള എല്ലാ ഫാക്ടറീസിനും എല്ലാ കമ്പനീസിനും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. And that is, one is economies of concentration and the other one is economy of information. Economies of concentration means these are benefits derived by all the firms in an industry due to this localization. The first benefit is development of transport and communication facility. Second one, availability of credit facilities due to development of banking system in that area. Third one is establishment of raw material suppliers, marketing and advertising agencies, waste treatment plants, etc. in the immediate vicinity of the industry. The last one is support from government and governmental agencies in the form of infrastructural development, power generation, etc. This is all about a regional and rural development. ഇപ്പോൾ ഒരു ഏരിയയിൽ തന്നെ കുറേ ബിസിനസ്സുകാർ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാ ഭാഗത്തു നിന്നും, അതായത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും മറ്റ് ഈ പറയുന്ന ബാങ്കിങ് സിസ്റ്റംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലയേഴ്സ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ഏജൻസീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളിൽ നിന്നും ഉറപ്പായിട്ടും ആ ഏരിയയിലേക്ക് ഒരു ഫോക്കസ് തിരിയും. ആൻഡ് അവരുടെ എല്ലാം സർവീസസ് ഈ പറയുന്ന ഏരിയയിലുള്ള ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും അതുവഴി ഈ പറയുന്ന ഓരോ ബിസിനസ് യൂണിറ്റിനും, ആ ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ബിസിനസ് യൂണിറ്റിനും അഡ്വാൻറ്റേജസ് ഗെയിൻ ചെയ്യാനും പറ്റും. The second one is economy of information. We know that information is very much required for every businesses to grow. അല്ലെ, അവർക്ക് അവരൊരു ബിസിനസ് തുടങ്ങുന്നതും പല ഇൻഫർമേഷനെ ബേസ് ചെയ്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ they will be learning about the market, they will be learning about the consumers. അല്ലെ, ഇതെല്ലാം പഠിച്ച് അതിനെ പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷൻസ് എടുത്തിട്ടാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത് തന്നെ. അതേപോലെ തുടർന്ന് അങ്ങോട്ടും അവർക്ക് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. They should know or they should get informations relating to the changes in market. They should get informations relating to the consumer preferences, their expectations, and so on and so on. They should get the informations relating to new technologies, new methods of production. അല്ലെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ പറ്റി അറിവ് കിട്ടിയാലേ ബിസിനസ്സിന് മുന്നോട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ദിസ് ഗെയിനിങ് ഓഫ് ഇൻഫർമേഷൻ ഇസ് possible through research and development. We know that for a business, R&D or research and development is very much important. But this R&D or this activity is quite expensive. We know that. This will not be affordable for small scale businesses. But here, if lot of similar concerns or similar business firms are locating their business on a particular area and forming a particular arena over there, അവിടെ ഈ പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് ചെയ്യാതെ ഈ പറയുന്ന ഒരു ഏരിയയിൽ വരുന്ന എല്ലാ കമ്പനീസിനും, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വരുന്ന കമ്പനീസിന് വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് R&D ചെയ്താൽ എല്ലാവരും കൂടി അതിന്റെ എക്സ്പെൻസ് ഷെയർ ചെയ്തെടുത്താൽ മതി. അല്ലെ, സോ ഫോർ എ സിംഗിൾ ബിസിനസ് ഓർ സിംഗിൾ ഫേം ഇൻ ദി ഇൻഡസ്ട്രി വിൽ only have to afford a little expense for R&D, but they can gain the entire advantage of particular research and development activities. അവർക്ക് ഈ പറയുന്ന സെൻട്രലൈസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്ത് ഈ ട്രേഡ് ആൻഡ് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽസ് ഒക്കെ പബ്ലിഷ് ചെയ്താൽ അതിന് ആ ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ബിസിനസിനും അതിന്റെ ഗുണം എടുക്കാനായിട്ട് സാധിക്കും, ബെനിഫിറ്റ് റീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, പക്ഷെ ഇതെല്ലാം ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ബിസിനസ് കൺസേണിനെ കുറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. ഒരു കുഞ്ഞി ഫാമിനെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. നേരെ മറിച്ച് ഇതേപോലുള്ള കുറെ ഫാംസ് ഒരുമിച്ച് ചേർന്ന് ഒരു ലാർജ് സ്കെയിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഓപ്പറേഷൻ ഫോം ചെയ്യുവാണ് എങ്കിൽ ഈ പറയുന്ന അഡ്വാൻറ്റേജസ് രണ്ടും അവർക്ക് റീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വൺ ഇസ് എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് എക്കണോമി ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ ഇത് രണ്ടും കമ്പനിക്ക് പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എക്സ്റ്റേണൽ എക്കണോമീസ് എന്ന് വിളിക്കുക. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു.
The last topic we'll be discussing in the video is about diseconomies of scale. Obviously, if we talk about economies of scale, we have to definitely talk about diseconomies also. That means ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ വലുതായാൽ അവരുടെ കോസ്റ്റ് കുറയുകയും അവർക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടാകും എന്നാണ് നമ്മൾ കഴിഞ്ഞ സ്ക്രീനുകളിൽ പറഞ്ഞത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ സൈസ് വരെ, ഒരു ഒപ്റ്റിമം സൈസ് വരെ മാത്രമേ ഈ പറയുന്ന ഒരു ബിസിനസ്സിനോ ഇൻഡസ്ട്രിക്കോ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാലും വളരാൻ പറ്റും, പക്ഷേ ആഫ്റ്റർ ദാറ്റ് സർട്ടൻ പോയിന്റ് they will not be enjoying economies of scale. Instead of that, diseconomies of scale will appear. Diseconomies of scale means when an increase in output or when an increase in production causes long run average cost to increase. Here in the screen you can see two arrows. Both the arrows are moving upwards. What was the case in economies of scale? അവിടെ നമ്മൾ കണ്ടത് രണ്ട് ആരോസും വ്യത്യാസം ഉണ്ടായിരുന്നു, ഓപ്പോസിറ്റ് മൂവ്മെന്റ് ആയിരുന്നു. when one was increasing, the other one was decreasing. When the production was increasing, the cost was decreasing. That was a good thing. But this is quite difficult, or this is quite difficult for a firm to sustain on such situation. Here the situation denotes that when the production increases, as a result, the cost of production or the average cost of production is also increasing. This is not good for a firm or any business. This is not a good situation. So, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു certain അളവ് കഴിഞ്ഞ്, ഒരു certain point അല്ലെങ്കിൽ സൈസ് കഴിഞ്ഞ് ബിസിനസിന്റെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ വലുതായാൽ അവിടെ നമുക്ക് ഗുണം കിട്ടുന്നതിന് പകരം diseconomies of scale ആണ് സംഭവിക്കുക. So, let me define you what is diseconomies of scale. Diseconomies of scale are present when an increase in output causes long run average cost to increase. So this is not at all profitable for a firm to maintain an unoptimal size. They have to maintain an optimum size, or they can only, or they should only expand the operations of scale to such a level that the cost of production is at the minimum. അല്ലെ, ഒരു ഏറ്റവും മിനിമത്തിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നിൽക്കുന്ന ആ ഒരു അളവ് വരെ മാത്രമേ സ്കെയിൽ ഓഫ് ഓപ്പറേഷനെ വലുതാക്കാനായിട്ട് പാടുള്ളൂ. അതിനപ്പുറം വലുതാക്കിയാൽ എന്ത് പറ്റും? ഡിസെക്കണോമീസ് ഓഫ് സ്കെയിൽ വരികയും അവരുടെ കോസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പൊ എങ്ങനെയാണ് കോസ്റ്റ് കൂടുന്നതെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ലോക്കലൈസേഷന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഒരു ഏരിയയിൽ തന്നെ കുറെ സിമിലർ ആയിട്ടുള്ള കമ്പനീസ് വന്ന് ലോക്കലൈസേഷൻ കൊണ്ടുവരികയാണ്. അവർക്ക് കുറെ അഡ്വാൻറ്റേജസ് കിട്ടി. പക്ഷെ വീണ്ടും വീണ്ടും അവിടുത്തെ ബിസിനസിന്റെ സൈസ് കൂടുകയും ആ ലോക്കലൈസേഷൻ വീണ്ടും വർദ്ധിക്കുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ കോമ്പറ്റീഷൻ, ഫേംസ് തമ്മിൽ വല്ലാത്ത കോമ്പറ്റീഷൻ വരികയും അവിടെ ആ ഒരു കോമ്പറ്റീഷന്റെ ഒരു അഡ്വേഴ്സ് അഡ്വാൻറ്റേജ് എടുക്കാൻ കുറെ ആളുകൾ ശ്രമിക്കും. ചിലപ്പോൾ ലേബേഴ്സിന് പറയുന്ന കാശ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന് സപ്ലൈസ് ആവശ്യപ്പെടുന്ന അൺഅഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് കൊടുത്ത് റോ മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ടി വരും. വളരെ ഹയർ ഇൻട്രസ്റ്റ് കൊടുത്ത് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ എക്സ്റ്റേണൽ പാർട്ടീസ് ഒരു സിറ്റുവേഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരാം. എപ്പോ? when the business or the industry grows beyond a certain size, or when they expand their scale of operation to a greater extent. ഒരു ഒപ്റ്റിമം ലെവൽ കഴിഞ്ഞ് വീണ്ടും എക്സ്പാൻഷന് പോയാലുള്ള ഒരു സാഹചര്യമാണ് വരുന്നത്. സോ അവിടെ നമുക്ക് എക്കണോമീസ് ഓഫ് സ്കെയിൽ അല്ല കിട്ടുന്നത്, പകരം diseconomies of scale ആണ്. So in this video we have discussed about two situations. One is economies of scale and the other one is diseconomies of scale. Economies of scale will be classified into two categories. One is internal economy and external economy. Internal means it is about a single company, and external means it is about similar companies forming in a certain particular area or localization. We can say it is about external factors that affects the economies of scale. Then later on we have discussed about diseconomies of scale. It was just opposite to the situation of economies of scale. So hope these topics are clear for you. Thank you.